സലാല എന്നത് കടൽ തീരങ്ങളാലും കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന പച്ചപ്പുള്ള മലനിരകളാലും അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, മറിച്ച് തലമുറകളായി കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷിയായി ഈ മണ്ണിന് സാംസ്കാരിക പൈതൃകത്തിന്റെ നിരവധി കഥകൾ കൂടി പറയാനുണ്ട്. ഒരു കാലത്ത് അറേബ്യയിലുടനീളം നിലനിന്നിരുന്ന പുരാതന നാഗരികതകളുടെ നിരവധി കഥകൾ ഈ മണ്ണിന് പറയാനുണ്ട്. തീർത്ഥാടകരെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു പ്രത്യേക സാംസ്കാരികത ജബൽ ഇത്തിൻ കുന്നുകളിൽ നമ്മളെ കാത്തിരിപ്പുണ്ട്. സലാല നഗരത്തിൽ നിന്നും അല്പം മാത്രം ദൂരെയുള്ള ഒരിടമാണിത്. ഇത് അയ്യൂബ് നബി അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബൈബിളിലെ പഴയ നിയമത്തിൽ ജോബ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ഇസ്ലാം, ക്രിസ്തു മതങ്ങൾക്കും ജൂതമതത്തിനും ഒരുപോലെ ആദരണീയനായ വ്യക്തിത്വമാണ്. ഈ സ്ഥലത്തേക്കുള്ള യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമാണ്. ശാന്തമായ കുന്നുകളിലൂടെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന റോഡുകൾ, മിഡിൽ ഈസ്റ്റിലെ മറ്റിടങ്ങളിൽ കാണാൻ കഴിയാത്തത്രയും ഹരിതാഭമായ കാഴ്ചകളാണ് ഈ യാത്രയിലുടനീളമുള്ളത്. യാത്രക്കിടയിൽ ഒട്ടകങ്ങളെ കാണുന്നത് ഇവിടെ സർവ്വസാധാരണമാണ്. ദോഫാറിലെ ജനജീവിതത്തിന്റെ, പ്രത്യേകിച്ച് ബദു വിഭാഗങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണിവ. അയ്യൂബ് നബിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ഈ സാംസ്കാരിക കേന്ദ്രത്തിലേക്ക് അടുക്കും തോറും ചുറ്റുപാടുകൾ കൂടുതൽ ശാന്തമാകുന്നു. താഴ്വരകളിലുടനീളം പൂത്തു നിൽക്കുന്ന ചെടികളാണ് നമ്മൾ ബാൽസ്യം എന്ന് വിളിക്കുന്ന പൂക്കൾ. മുന്നിൽ തന്നെ തൂക്കണാങ്കുരുവികൾ മനോഹരമായി നെയ്തെടുത്ത നിരവധി കൂടുകൾ നിറഞ്ഞ മരങ്ങളും കാണാം. നഗരത്തിന്റെ തിരക്കിൽ നിന്നെല്ലാം മാറി തികച്ചും ശാന്തമായ ഒരു അന്തരീക്ഷമാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്നത്. നിരവധി ആളുകൾ ഇവിടെ വന്ന് ധ്യാനമൊരുക്കാറുണ്ട് എന്നും ആളുകൾ പറഞ്ഞു. ഇസ്ലാമിക ബൈബിൾ പാരമ്പര്യങ്ങൾ അനുസരിച്ച് ധാരാളം സ്വത്തും കന്നുകാലികളും വലിയൊരു കുടുംബവുമുള്ള ഉന്നതനായ ഒരു വ്യക്തിയായിരുന്നു അയ്യൂബ് നബി. എന്നാൽ കാലക്രമേണ അദ്ദേഹത്തിന് എല്ലാം നഷ്ടപ്പെട്ടുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ സമ്പത്തും മക്കളും, ഒടുവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യവും നഷ്ടപ്പെട്ടു. ഏകാന്തതയും രോഗവും നിറഞ്ഞ നീണ്ടൊരു കാലഘട്ടത്തിലൂടെ അദ്ദേഹത്തിന് കടന്നു പോകേണ്ടി വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് കൂടെ ഉണ്ടായിരുന്നത്. ഇത്രയേറെ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും തന്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു. ഇസ്ലാമിക പാരമ്പര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു പ്രാർത്ഥന വളരെ ലളിതവും പ്രശസ്തവുമാണ്. എന്നെ പ്രയാസങ്ങൾ ബാധിച്ചിരിക്കുന്നു, നീയാണല്ലോ കരുണാനിധികളിൽ വെച്ച് ഏറ്റവും വലിയ കരുണാനിധി. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് നിലത്താഞ്ഞടിക്കാൻ അദ്ദേഹത്തിന് ലഭിച്ച ദൈവിക കൽപ്പനയിലൂടെ ഇവിടെ ഒരു നീരുറവ് ഉണ്ടാവുകയും അതിലൂടെയാണ് അദ്ദേഹത്തിന് രോഗമുക്തി ലഭിക്കുകയും ചെയ്തെന്നാണ് വിശ്വാസം. ആ വെള്ളത്തിൽ കുളിച്ചതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യം തിരിച്ചു കിട്ടുകയും കാലക്രമേണ നഷ്ടപ്പെട്ട ജീവിതം വീണ്ടെടുക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇന്ന് ഈ കുന്നുകൾക്കിടയിലെ ശാന്തമായ ഒരു തോട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ലളിതമായ ഒരു കെട്ടിടത്തിലാണ് അദ്ദേഹത്തിന്റെ ശവകുടീരമുള്ളത്. അതിനടുത്ത് പ്രാർത്ഥനയ്ക്കായി ഒരു പ്രത്യേക സ്ഥലവുമുണ്ട്. കവാടത്തിന് പുറത്തായി ചെറുഭിത്തി കെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗം അയ്യൂബ് നബിയുടെ പാദമുദ്രയാണെന്ന് വിശ്വസിക്കുന്നു. പല മതവിശ്വാസങ്ങളിലും അദ്ദേഹത്തിനുള്ള വലിയ പ്രാധാന്യം കണക്കിലെടുക്കുമ്പോഴും ഈ പ്രദേശം വളരെ ലളിതമായാണ് ഇവിടെ നിലനിർത്തിയിരിക്കുന്നത്. വലിയ സ്മാരകങ്ങളോ ആഡംബരപൂർണമായ രൂപകൽപ്പനകളോ ഒന്നുമില്ല. ഇത് ഇസ്ലാമിക പാരമ്പര്യത്തിലെ ഒരു പ്രധാന ആശയത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. പ്രവാചകന്മാർ ആദരിക്കപ്പെടേണ്ടത് അവരുടെ ജീവിതത്തിലൂടെയും സന്ദേശത്തിലൂടെയുമാണ്, അല്ലാതെ വലിയ കെട്ടിടങ്ങളിലൂടെ അല്ല എന്ന വിശാലവും മനോഹരവുമായ സങ്കല്പം. ഉള്ളിലെ ചുവരിൽ ഒരു ഫാമിലി ട്രീയുടെ ചിത്രം പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിൽ അയ്യൂബ് നബിയെ മറ്റു പ്രവാചകന്മാരുമായി ചരിത്രപരമായി ബന്ധിപ്പിക്കുന്നുണ്ട്. കവാടത്തിനടുത്തുള്ള മരങ്ങളിൽ തൂക്കണാങ്കുരുവികൾ കൂട്ടമായി കൂടുകൾ നിർമ്മിച്ചിരിക്കുന്നു. ആത്മീയമായ ഈ നിശബ്ദതയിൽ സംഗീതം പോലെ കുഞ്ഞു കിളികൾ ഉണ്ടാക്കുന്ന ശബ്ദം മാത്രം. ചരിത്രവും വിശ്വാസവും തേടി മാത്രമല്ല സന്ദർശകർ ഇവിടേക്ക് എത്തുന്നത്. ശാന്തമായ അന്തരീക്ഷവും മനോഹരമായ കാഴ്ചകളും ഈ നിമിഷം നമുക്ക് നൽകുന്ന മനഃശാന്തിയും കൂടിയാണ് ഈ സ്ഥലത്തെ പ്രിയപ്പെട്ടതാക്കുന്നത്. അയ്യൂബ് നബിയുടെ പുണ്യമായ ആ കുന്നുകളിൽ നിന്നും ഞങ്ങൾ സലാല നഗരം ലക്ഷ്യമാക്കി താഴേക്ക് യാത്ര തിരിച്ചു. നഗരത്തിലേക്കുള്ള ഈ മടക്കയാത്രയിൽ ഖരീഫ് കാലത്തിന്റെ ഭംഗി പൂർണ്ണമായും അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. പീഠഭൂമിയുടെ അരികിലായി സ്ഥിതി ചെയ്യുന്ന ഇത്തിൻ വ്യൂ പോയിന്റ്. വളരെ സ്വാഭാവികവും ലളിതവുമായ ഒരു സൗന്ദര്യമാണ് ഈ സ്ഥലത്തിനുള്ളത്. ഇവിടുത്തെ കല്ലുപാകിയ വഴികളിലും ഗോപുരങ്ങളിലും എണ്ണമറ്റ വർഷകാലങ്ങളുടെ അടയാളങ്ങൾ കാണാം. റിസോർട്ടിനായി നിർമ്മിച്ചു തുടങ്ങിയതാണെന്ന് തോന്നുന്നു. ഏതോ കാരണത്താൽ നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ആ പഴകിയ ചെറു കെട്ടിടങ്ങൾ ഇവിടുത്തെ മലനിരകളുടെ വന്യമായ പ്രകൃതിയുമായി ആഴത്തിൽ അലിഞ്ഞു ചേർന്ന് നിൽക്കുന്നു. താഴ്വരയ്ക്ക് കാവൽ നിൽക്കുന്ന ഭടന്മാരെ പോലെ അങ്ങിങ്ങായി നിരവധി വ്യൂ ടവറുകൾ കാണാം. ഓരോ പോയിന്റിൽ നിന്നുമുള്ള കാഴ്ചകൾ വ്യത്യസ്തങ്ങളാണ്. ഒന്നിൽ നിന്ന് നോക്കിയാൽ ചുണ്ണാമ്പുകൾക്കിടയിലൂടെ ഞങ്ങൾ കടന്നു വന്ന പാമ്പ് പോലെ വളഞ്ഞു റോഡ് കാണാം. മറ്റൊരു ഗോപുരത്തിൽ നിന്നുള്ള കാഴ്ച
ജബലത്തിൻ മലനിരകളുടെ വിശാലമായ പച്ചപ്പിലേക്കാണ് നമ്മളെ എത്തിക്കുന്നത്. ഖരീഫ് കാലത്ത് ഈ മലകൾ മരതക പച്ച നിറത്തിലുള്ള ഒരു പരവതാനി വിരിച്ചതുപോലെയാണ് തോന്നുക. പലപ്പോഴും ഈ മലനിരകൾ മനോഹരമായ മൂടൽ മഞ്ഞിനുള്ളിൽ മറഞ്ഞു പോകാറുമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് ഈ ഭൂപ്രകൃതിയുടെ യഥാർത്ഥ വലിപ്പം നമുക്ക് ദൃശ്യമാകുന്നത്. കുളിർമയുള്ള കാറ്റിൽ നനഞ്ഞ മണ്ണിന്റെയും കാട്ടുചെടികളുടെയും സുഗന്ധം കൂടി കലർന്നിരിക്കുന്നു. ഈ പ്രദേശം എന്തുകൊണ്ടാണ് അറേബ്യൻ ഉപദ്വീപിന്റെ മുത്തായി അറിയപ്പെടുന്നതെന്നതിന്റെ ഉന്മേഷം നൽകുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ നിൽക്കുന്ന ഈ നിമിഷങ്ങൾ. മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നൽകാൻ ഇത്തൻ വ്യൂ പോയിന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. സലാല എന്ന പ്രദേശത്തിന്റെ ഇത്രയേറെ സവിശേഷമാക്കുന്ന ഭൂപ്രകൃതിയെക്കുറിച്ച് നമുക്ക് ഇവിടെ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കും. പ്രകൃതിദത്തമായ ഈ മനോഹര കാഴ്ചകളിൽ നിന്ന് നമ്മൾ ഇനി സലാല നഗരത്തിന്റെ ഹൃദയഭാഗത്തിലേക്ക് കടക്കുകയാണ്. പുരാതന അറേബ്യയുടെ വിശാലമായ മണ്ണിൽ നാം ഇന്നറിയുന്ന ലോകത്തിന് എത്രയോ മുമ്പ് കാലങ്ങളെ അതിജീവിച്ച കഥകളുള്ള ചില നാഗരികതകൾ ജീവിച്ചിരുന്നു. അവരിൽ ഏറ്റവും ശക്തമായൊരു ഗോത്രമായിരുന്നു സമൂദ്. അവർ അതിസമർത്ഥരും സമ്പന്നരുമായിരുന്നു. മലനിരകൾ തുരന്ന് അതിനുള്ളിൽ വീടുകൾ നിർമ്മിക്കുന്നതിൽ അവർ പ്രത്യേകം പേരെടുത്തിരുന്നു. എന്നാൽ കാലക്രമേണ പല പുരാതന നാഗരികതകളെയും പോലെ അവരുടെ ആത്മീയവിശ്വാസങ്ങളും രൂപങ്ങളിലും അടയാളങ്ങളിലുമായി കേന്ദ്രീകരിക്കപ്പെട്ടു. അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിഗ്രഹാരാധനയിലേക്ക് അവർ വഴിമാറിപ്പോയി. എന്നാൽ അവർക്ക് വഴികാട്ടാനായി അവരുടെ സ്വന്തം ജനതയിൽ നിന്ന് തന്നെ ഒരു പ്രവാചകൻ നിയോഗിക്കപ്പെടുകയും ചെയ്തു, സാലിഹ് നബി. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അദ്ദേഹം തന്റെ ജനതയെ ക്ഷണിച്ചു, ആഹ്വാനം ചെയ്തു. ചിലർ അത് കേട്ടു, എന്നാൽ ചിലർ അത് നിരസിച്ചു. സമൂദ് ഗോത്രം സാലിഹ് നബിക്ക് മുമ്പിൽ സവിശേഷമായ ഒരു വെല്ലുവിളി ഉയർത്തി. 10 മാസം ഗർഭിണിയായ വലിപ്പമുള്ള ആകർഷകമായ ഒരു ഒട്ടകത്തെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നിന്റെ നാഥനോട് നീ ആവശ്യപ്പെടുക, എങ്കിൽ ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കാം. തന്റെ ജനതയുടെ ആഗ്രഹം നിറവേറ്റാനായി സ്വാലിഹ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. മനുഷ്യസാധ്യമായതിനും അപ്പുറം ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. ആ പാറ പിളരുകയും അതിൽ നിന്ന് ഒരു വലിയ ഒട്ടകം പുറത്തു വരികയും ചെയ്തു എന്നാണ് വിശ്വാസം. അതിനു പകരമായി അള്ളാഹുവിൽ വിശ്വസിക്കാൻ സ്വാലിഹ് നബി ആ ജനതയോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ സമൂദ് ഗോത്രം എന്തോ അതിൽ ആകർഷകരായില്ല. അവർ ആ ഒട്ടകത്തെ വെറുത്തു. ചിലർ അള്ളാഹുവിനെ അംഗീകരിക്കാനുള്ള വിമുഖത കൊണ്ട് അതിനെ എതിർത്തപ്പോൾ മറ്റു ചിലർ അദ്ദേഹത്തിന്റെ സന്ദേശം പ്രചരിക്കുന്നത് ഭയന്നിട്ടാകണം. ഇനിയൊരു വിഭാഗമാകട്ടെ ആ ഒട്ടകത്തിന്റെ സാന്നിധ്യം തങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സമായി തന്നെ കരുതി. ഒടുവിൽ ദൈവികമായ ഈ അടയാളത്തെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യാൻ സമൂദ് ഗോത്രം തീരുമാനിച്ചു. അവരുടെ നാഗരികതയുടെ ഗതി തന്നെ മാറ്റിക്കുറിച്ച ഒരു തീരുമാനമാണ് അവർ എടുത്തതെന്ന് ചരിത്രം പറയുന്നു. ആ ഒട്ടകം കൊല്ലപ്പെട്ടു. അവർക്ക് അവസാനമായി ഒരു മുന്നറിയിപ്പ് നൽകപ്പെട്ടു. ചിന്തിച്ച് തിരുത്താൻ ഒരു ചെറിയ അവസരം കൂടി നൽകി. എന്നാൽ സമയം കടന്നുപോയി. ആ സന്ദർഭവും അവർ പാഴാക്കി. പിന്നീട് സംഭവിച്ചത് കഥകൾ പറയുന്നത് പോലെ ഒരിക്കൽ അതിശക്തമായിരുന്ന ഒരു നാഗരികതയുടെ പതനമായിരുന്നു. ശക്തിയും വിജയവും മാത്രം മതിയാകില്ലെന്നും അതോടൊപ്പം വിനയവും കൃത്യമായ അവബോധവും ആവശ്യമാണെന്നുമുള്ള ഒരു ഓർമ്മപ്പെടുത്തലായി അത് ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്ന് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഈ കഥ അവരുടേതായ രീതിയിൽ പലതരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. സലാലയിലെ ഈ ഒട്ടകത്തിന്റെ പാദമുദ്രകൾ ആ അസാധാരണമായ യാത്രയുടെ നിശബ്ദ സാക്ഷികളായി ഇന്നും ഇവിടെ അവശേഷിപ്പിച്ചിരിക്കുന്നു. ഈ പാറകളിൽ ഇന്നും ചുവന്ന പാടുകൾ കാണാൻ സാധിക്കും. അത് അന്ന് നടന്ന ആ അത്ഭുതത്തിന്റെ മായാത്ത അടയാളങ്ങളാണെന്ന് പലരും വിശ്വസിക്കുന്നു. ആ ഒട്ടകത്തിന്റെ രക്തം മണ്ണിൽ വീണതിന്റെ അടയാളമായി ഇന്നും ആ ചുവന്ന പാടുകളെ അവർ വിശ്വസിക്കുന്നു. സലാലയിലൂടെയുള്ള യാത്ര വീണ്ടും തുടരുമ്പോൾ ചരിത്രത്തിന്റെയും വിശ്വാസങ്ങളുടെയും അടരുകളുള്ള മറ്റൊരു ഭാഗത്താണ് നമ്മൾ എത്തിച്ചേരുന്നത്, നബി ഇമ്രാന്റെ ശവകുടീരം. ഇസ്ലാമിക പാരമ്പര്യം അനുസരിച്ച് മറിയം ബീവിയുടെ പിതാവായും ഇസാ നബിയുടെ വല്യപ്പനായുമാണ് ഇമ്രാൻ അറിയപ്പെടുന്നത്. അതായത് ബൈബിളിലെ യേശു ക്രിസ്തുവിന്റെ വല്യപ്പൻ. ഈ സ്ഥലത്തെ കൗതുകകരമാക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള നിഗൂഢതയാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ കൃത്യമായ ശവകുടീരം എന്ന് ഉറപ്പിച്ച് പറയാവുന്ന ചരിത്രരേഖകളൊന്നും നിലവിലില്ല. പക്ഷേ ഇവിടുത്തെ നിർമ്മിതി ഏറെ ശ്രദ്ധേയമാണ്. സാധാരണ കബറിടങ്ങളെ അപേക്ഷിച്ച് ഇതിന് അസാധാരണമായ നീളമുണ്ട്. എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര നീളമെന്നതിന് കൃത്യമായൊരു വിശദീകരണമില്ല. ശവകുടീരത്തിന്റെ കൃത്യമായ സ്ഥാനം അറിയാത്തത് കൊണ്ടാണ് ഈ പ്രദേശം മുഴുവനായി ആദരിക്കപ്പെടുന്നതെന്നാണ് ചിലർ വിശ്വസിക്കുന്നത്. മറ്റു ചിലർ കരുതുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കൂടുതൽ അംഗങ്ങളെ ഇവിടെയാകാം അടക്കം ചെയ്തത് എന്നാണ്. പുരാതന കാലത്തെ പ്രവാചകന്മാർ വലിയ ശാരീരിക വലിപ്പമുള്ളവരായിരുന്നു എന്ന പ്രാദേശിക വിശ്വാസങ്ങളും നിലവിലുണ്ട്. അതേസമയം ശവകുടീരം ആരും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും നീളത്തിൽ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു കൂട്ടരുമുണ്ട്. ദിവസവും ഈ ഖബർ വളർന്നുകൊണ്ടേയിരിക്കുന്നെന്നാണ് വിശ്വസിക്കുന്നത്. പച്ച തുണി കൊണ്ട് പുതപ്പിച്ച ശവകുടീരം, താഴികക്കുളങ്ങളില്ലാത്ത ലളിതമായൊരു കെട്ടിടത്തിനുള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ പരിസരത്ത് ഒരു ചെറിയ പള്ളിയും മനോഹരമായി പരിപാലിക്കുന്ന ഒരു കുഞ്ഞു തോട്ടവുമുണ്ട്. ഇതാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഹജ്ജിന് പോയി തിരികെ വരും വഴി സലാലയിൽ മരണപ്പെട്ടു പോയ കൊടുങ്ങല്ലൂരിലെ ചേരാൻ പരിപാടിയുടെ ശവകുടീരം എന്ന് വിശ്വസിക്കുന്ന ചിലരുമുണ്ട്.
എന്നാൽ അത് മറ്റൊരിടത്താണ് ഞങ്ങൾ കണ്ടെത്തിയത്. കൃഷിത്തോട്ടങ്ങളിലേക്കുള്ള വഴിയരികിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത രീതിയിൽ കാണുന്ന ഈ കബറിടമാണ് ചേരമാൻ പെരുമാളിൻ്റേത്. അനുസ്മരണത്തിനായി പ്രത്യേക നിർമ്മിതിയൊന്നും കാണുന്നില്ല. എന്നാൽ വിശ്വാസപൂർവ്വം ആരോ സമർപ്പിച്ച പച്ചപ്പട്ടും സുഗന്ധം പരത്തുന്ന ചന്ദനത്തിരിയും കത്തിച്ചുവച്ചിരിക്കുന്നത് കാണാം. ഇതുപോലെയുള്ള ഇടങ്ങളിൽ ചരിത്രം എപ്പോഴും കൃത്യമാകണമെന്നില്ല, പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. എങ്കിലും ഈ അന്തരീക്ഷം നൽകുന്ന അർത്ഥം ഹൃദയസ്പർശിയാണ്. സലാലയിൽ പ്രകൃതിയും ചരിത്രവും പലപ്പോഴും ഒരൊറ്റ അനുഭവമായി മാറുന്നുമുണ്ട്. അവിടെ പ്രകൃതിയും ഓർമ്മകളും പാരമ്പര്യവും തോളോട് തോൾ ചേർന്ന് നിലകൊള്ളുന്നുമുണ്ട്.